ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ. മഹാമാരിയുടെ ഭയപ്പെടുത്തുന്ന കാലത്ത് മരണപ്പെട്ടവരുടെ മരണാവിടുന്ന മഹാമാരിയുടെ ഭയപ്പെടുത്തുന്ന കാലത്ത് മരണപ്പെട്ടവരുടെ മരണാനന്തര ചടങ്ങുകൾ പോലും ആശ്വാസത്തിന്റെ പൊതുസ്പർശം നൽകിയവരാണ് SDPI. പ്രളയം താണ്ഡവമാടിയിരുന്ന കാലം ആടും മാടും മനുഷ്യനും പാമ്പും പ്രാണിയുമെല്ലാം ആർത്തലച്ചു വന്ന മലവെള്ളപ്പാച്ചലിൽ അറിയപ്പെട്ട നിമിഷം. പ്രളയത്തിനു മീതെ സൈന്യസേനകളെല്ലാം വട്ടമിട്ടു പറഞ്ഞിട്ടും നിലവിളികൾ നിലച്ചില്ല. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി പിന്നെ ജീവിതത്തിന്റെ പൊതുസ്പർശത്തിലേക്ക് കൈപിടിച്ചാനയിച്ചവരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി SDPIയുടെ കരുത്തുറ്റ സാരഥികൾ വിജയിച്ചു വരെ വിപ്ലവങ്ങളുടെ പോരാട്ട വീതികളിൽ ചെങ്കിലെ ചോര കത്തിച്ച് പാവപ്പെട്ടവന്റെ വഴിയിലെ വിളക്കായി മാറിയ ധീര പോരാളികളുടെ ചങ്കൂറ്റം കൊണ്ട് പടുത്തുയർത്തിയ രാജ്യത്തിന്റെ വിരുമാറിൽ ഒരു ജനതയ്ക്ക് ജന്മം ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പ്രസ്ഥാനത്തിന് കരുത്ത് പകരേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അവകാശങ്ങൾ അർഹരിലെത്തിക്കാൻ അഴിമതിയില്ലാത്ത വികസനം സൃഷ്ടിക്കാൻ SDPIയുടെ കരുത്തുറ്റ സാരഥികളെ കന്നഡ അടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശ വോട്ടുകളായി രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. SDPI കന്നഡന്റെ പിക്ചർ എല്ലാം മറ്റേ പോസ്റ്റിൽ കാണുന്നുണ്ട്. BSNLന്റെ ഇലക്ട്രിക് പോസ്റ്റിൽ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ BSNL പോസ്റ്റിന് BSNL ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആയതുകൊണ്ട് കേന്ദ്രത്തിലായതുകൊണ്ട് നിങ്ങളോട് ആരോട് ചോദിക്കാനില്ല എന്നാ. അപ്പോൾ SDPI പറഞ്ഞൊരു വാക്ക് കോവിഡ് സമയത്ത് നമ്മൾ അങ്ങനെ പണിയെടുത്തതെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് പോലീസുകാരും ഉണ്ട്. അന്നേരം ഭരിക്കുന്നത് കോവിഡ് സമയത്ത് ഭരിക്കുന്നത് LDF തന്നെ. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് LDFിൽ ഭരിക്കുമ്പോഴും നിങ്ങൾ പണിയെടുക്കുമ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും ശമ്പളം തന്നെ. പക്ഷേ ഇന്ത്യൻ സിറ്റിസൺ കൊറോണ സമയത്ത് നാട്ടിലുണ്ടായിന്. അങ്ങനെ ഇന്ത്യൻ സിറ്റിസൺ തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനമുണ്ട് ഷാക്കീസ്. ആ ഷാക്കീസ് പൂട്ടിക്കാൻ വേണ്ടി പോലീസുകാർ വന്നേരോ കൊറോണ സമയത്ത് ഇന്ത്യൻ സിറ്റിസൺ റൂളിംഗ് പാർട്ടീൻ്റെ കോവിഡിൻ്റെ ഒരു പേപ്പർ കാണിച്ചു കൊടുത്ത്. അപ്പോൾ പോലീസുകാർ പറഞ്ഞ് നീ തുറന്നോന്ന്. എന്നിട്ട് SDPIയിൽ ഉമ്മാനെയും ഉപ്പാനെയും അമ്മനെയും അപ്പനെയും മക്കളെയും തിരിച്ചറിയാത്ത കുറേ എണ്ണം ആട്ടുകളുണ്ടായിരുന്നല്ല. ഇന്ത്യൻ സിറ്റിസൺ വീട്ടിൽ പോയാലും തന്നെ പറയുന്നത് കേട്ടിനല്ല. കുടുംബ സന്ദർശനം പറയുമ്പോൾ കേട്ടിനല്ല. ഭർത്താവിനെ മുകളിലാക്കിന് എൻ്റെ മുകളിൽ ഭക്ഷണം കൊടുക്കുന്നത് ഭാര്യ മക്കളുമല്ല. ചില മക്കളെ വേറെ സ്ഥലത്താക്കിന് അങ്ങനെ എന്തെല്ലാം ഉണ്ട്. അനങ്ങാണ്ട് ഇന്നോളണം.